ഹലോ പ്രിയപ്പെട്ടവരെ, എജുമിയിലേക്ക് വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എല്ലാവരും ഉറക്കെ പറയുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആരാന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം എജുമി എജുമി എജുമി. അപ്പൊ മക്കളെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് സെം 2ന്റെ കോമൺ പേപ്പർ ആയിട്ടുള്ള റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷുമായിട്ടാണ്. എൻ്റെ കൂടെ കൂടിക്കോ. ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഗ്രാമാറ്റിക്കൽ ലെവലിലുള്ള ആൻസേഴ്സ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. എക്സാം ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുക. എജ്മിയുടെ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞ സെമ്മിന് വേണ്ടി റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെ ഒരുപാട് ഭാഗം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. ലൈവിൽ പോയി കഴിഞ്ഞാൽ ലൈവിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലൈവിലെ രണ്ടാമത്തെ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് കണ്ടിരിക്കണം. യെസ് 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 വി ആർ ഇൻ ടു ദ ടോപ്പിക്. കമോൺ വരൂ കടന്നു വരൂ. നോക്ക്, നിങ്ങൾ ഒന്നാമത്തെ ഡിവൈഡിങ് സെന്റൻസസ് ഇൻ ടു സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. കണ്ടോ, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആയിട്ട് സെന്റൻസിനെ മാറ്റാനാണ് പറയുന്നത്. എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് സബ്ജക്റ്റ്, വാട്ട് ഈസ് പ്രെഡിക്കേറ്റ്. എന്താ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവർക്ക് പറയുന്ന പേരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് എന്ത്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഷഫീഹ് കട്ടക്കാടൻ ക്ലാസ് എടുക്കുന്നു. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ആരാണ്? ഷഫീഹ് കട്ടക്കാടനാണ്, SK ആണ് അല്ലെ. ഷഫീഹ് കട്ടക്കാടനാണ്, കട്ടക്കാടൻ സാറാണ്. ഇവിടെ ക്ലാസ് എടുക്കുന്നു എന്നതാണ് ഷഫീഹ് കട്ടക്കാടന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ടേക്കിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നതാണ്. TK എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് TK? അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, യു ആർ വാച്ചിങ് മൈ ക്ലാസ്, കട്ടക്കാടൻസ് ക്ലാസ് ഇൻ ഓൺ എജുമി യൂട്യൂബ് ചാനൽ. എജുമിയിൽ ക്ലാസ് കേൾക്കുന്നു. നിങ്ങൾ യു എന്ന വേർഡ് അത് സബ്ജക്റ്റ് ആണ്. അതിന്റെ പ്രെഡിക്കേറ്റ് വാച്ചിങ് അല്ലെ, കേൾക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. വാട്ട് ഡസ് ദിസ് മീൻ? എന്താണ് ഇതിന്റെ അർത്ഥം? എവറി സെന്റൻസ് ഹാസ് ടു പാർട്ട്. എല്ലാ സെന്റൻസിനും എന്തുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. സബ്ജക്റ്റ് അല്ലെ, അതിൽ ഒന്നാമത്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൂ ഓ നോക്ക് നിങ്ങൾ, സബ്ജക്ട് ഹൂ ഓർ വാട്ട് ദ സെന്റൻസ് ഈസ് അബൌട്ട്. എന്തിനെ കുറിച്ചാണ് ഈ സെന്റൻസ് എന്നതാണ് അത് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ദ സബ്ജക്ട് ഈസ് ഡൂയിങ്. എന്താണ് ഈ സബ്ജക്റ്റ് അഥവാ നമ്മൾ പറയപ്പെട്ട നീ ആവാം, അല്ലെങ്കിൽ അവരാവാം, അവളാവാം, ഐ യു ദേ വി ഹി ഷീ ഇറ്റ് അല്ലെ, ഇതിന് ഏതുമാവും. ഇതൊക്കെ സബ്ജക്റ്റ്. അല്ലെങ്കിൽ ഇതിൽ വ്യക്തികളുടെ പേരുകളാവാം, കട്ടക്കാടനാവാം, എജുമിയാവാം, ഒക്കെ അവർ ചെയ്യുന്ന പ്രവൃത്തി പ്രെഡിക്കേറ്റും അതിനെ നമ്മൾ സബ്ജക്റ്റും എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് മനസ്സിലായി. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഈസി എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, ഹൂ വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്. നോക്ക്, ഇതിലെ വാട്ട് ആർ ദേ ഡൂയിങ്. കണ്ടോ, നോക്ക് ഇതിലെ വാട്ട് ആർ ദേ ഡൂയിങ്. കണ്ടോ, ഡൂയിങ് എന്നത് പ്രെഡിക്കേറ്റ് ആണ്, ദേ എന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. യെസ്, നോക്ക് നിങ്ങൾ, കുറച്ചുകൂടി നല്ല എക്സാമ്പിൾ, കുറച്ചുകൂടി നല്ല ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ. ദ ഡോഗ് ബാർക്സ്. കണ്ടോ, നായ കുരക്കുന്നു. കുരക്കുക എന്ന പ്രെഡിക്കേറ്റ് ആണ്, നായ എന്ന സബ്ജക്റ്റ് ആണ്. മൈ മാം കുക്സ്. മാം എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, കുക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രെഡിക്കേറ്റ് ആണ്. ദ കാറ്റ് സ്ലീപ്സ്. കണ്ടോ, സ്ലീപ്സ് എന്താണ്? സ്ലീപ്സ് എന്താണ്? സബ്ജക്റ്റ് അല്ല, പ്രെഡിക്കേറ്റ് ആണ്. കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലെ. ഐ സബ്ജക്റ്റ് ആണ്. റൺ പ്രെഡിക്കേറ്റ് ആണ്. ബേർഡ്സ് ഫ്ലൈ. ബേർഡ്സ് പറക്കാണ്, അപ്പൊ ഫ്ലൈ എന്ന് പ്രെഡിക്കേറ്റ് ആണ്. ബേർഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ദ ബേബി ക്രൈസ്. അല്ലോ, ബേബി ക്രൈ ചെയ്യുന്നു, കരയുന്നു. ബേബി എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ് ആണ്. ക്രൈസ് എന്ന് പറയുന്നത് എന്താണ്? പറയടോ, എന്താടോ പ്രെഡിക്കേറ്റ് ആണ് അല്ലെ. കമന്റ് ബോക്സിൽ ഇട്ടോ, കാണും നോക്കും നമ്മൾ. ദ കാർ മൂവ്സ് അല്ലെ. എഴുതിക്കോ, 7, 8, 9, 10 ഇതിലെ കറക്റ്റ് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ വായിക്കും ചെയ്യും. നമ്മുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ വേണ്ടി പറയും ചെയ്യും. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? വായിക്കും ചെയ്യണം, ലൈക്ക് അടിക്കും ചെയ്യണം. ഒക്കെ എജ്മിയുടെ ക്ലാസ്, ലൈവ് ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്, മെസ്സേജ് അയച്ചിട്ടോ അല്ലാതെയൊക്കെ കമന്റിലൊക്കെ രേഖപ്പെടുത്താൻ. കമന്റ് രേഖപ്പെടുത്തും വേണം. നിങ്ങളുടെ ക്ലാസ്സിന് വെയിറ്റ് ചെയ്യാണ്. എക്സാമിൽ ആകെ ഒരു പ്രതീക്ഷ എജ്മിയുടെ ക്ലാസ് ആണ്. അത്തരക്കാരോട് പറയാനുള്ളത്, ഇനി അടുത്ത സെമ്മ് വരുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എജ്മിയുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എജ്മിയുടെ ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ, അതിന് ലൈവ് ക്ലാസ്സുകൾ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും അവസാനമാണ് നമ്മൾ എക്സാമിന്റെ തലേ ദിവസം ലൈവ് ഇടുന്നത്. ഓക്കെ, നിങ്ങൾ പൊതുവായിട്ട് കാണുന്ന എന്തേ ഉള്ളൂ ലൈവുകൾ. പക്ഷേ എജുമി സ്റ്റുഡൻസിന് അതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്ത് 100% അസൈൻമെന്റ് സപ്പോർട്ട് കൊടുത്ത് എല്ലാം കൊടുത്ത് മെന്റർഷിപ്പോട് കൂടെ പഠിക്കാൻ മൂടില്ലാത്ത കുട്ടികൾ കൃത്യമായി പഠിച്ചോ എന്ന് പറഞ്ഞ പിന്നാലെ കൂടി മെന്റർഷിപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? എജ്മിയുടെ എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്.
നോക്ക് നിങ്ങൾ, നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ടൈപ്പ് ഓഫ് സെന്റൻസസ് ഏത് തരത്തിലുള്ള സെന്റൻസുകളാണെന്നുള്ള, വാട്ട് ഡസ് ദിസ് മീൻ, ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. വി ക്യാൻ റൈറ്റ് സെന്റൻസസ് ഇൻ 4 ways. സെന്റൻസുകൾ 4 തരത്തിലാണ്. ടെല്ലിംഗ് സെന്റൻസ്, ഡിക്ലറേറ്റീവ്, സേ സംതിങ്, അല്ലെ നമ്മളൊരു കാര്യം പറയാ, അതിനാണ് എന്ത് പറയാ, പ്രസ്താവന, അതിനാണ് ഡിക്ലറേറ്റീവ് എന്ന് പറയാ. ഐ ഹാവ് എ ബോൾ, എനിക്കൊരു പന്തുണ്ട്, അല്ലെ സൂര്യൻ കിഴക്കുദിക്കുന്നു, അതെന്താണ്, അതൊരു കൽപ്പനയല്ല, അത് ഡിക്ലറേറ്റീവാണ്. അല്ലെ ഞാനൊരു പുരുഷനാണ്, അല്ലെങ്കിൽ ഞാനൊരു അമ്മയാണ്, ഞാനൊരു ഭാര്യയാണ്, ഐ എം എ ഹസ്ബൻഡ്, ഐ എം എ വൈഫ്, ഐ എം എ ഡോക്ടർ, ഐ എം എ ടീച്ചർ. ഇങ്ങനെ ഓരോന്ന് പ്രസ്താവന പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. പ്രസ്താവിക്കുക. ഓക്കെ, സേ സംതിങ്, ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ എക്സാമ്പിൾ, ഐ ഹാവ് എ ബോൾ, ദേ ഹാവ് എ ബാറ്റ്, അവർക്കൊരു ബാറ്റ് ഉണ്ട്, ദേ ഹാവ് എ ടീം, അവർക്കൊരു ടീമുണ്ട്, ദേ ആർ ഗുഡ്, അവർ നല്ലവരാണ്. ഓക്കെ, ഇങ്ങനെയുള്ള പറയുന്ന പ്രസ്താവനക്കാണ് ഡിക്ലറേറ്റീവ് എന്ന് പറയാം. ആസ്കിങ് സെന്റൻസ്, ചോദിക്കുന്നതിനാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന സെന്റൻസിന്റെ പേരെന്താ, ഇൻട്രോഗേറ്റീവ്, അല്ലെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ എന്താ പറയാ, ചോദ്യം ചോദിക്കുന്ന സെന്റൻസ്. കൽപ്പന എന്ന് പറയുന്നത് വേറെ വരുന്നുണ്ട്, ഡിക്ലറേറ്റീവ് പ്രസ്താവന, സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരാളുടെ ചോദ്യം ചോദിച്ചാൽ അത്തരത്തിലുള്ള സെന്റൻസിനെ ഗ്രാമാറ്റിക്കലി നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഗ്രാമാറ്റിക്കലി അതിന് വിളിക്കുന്ന പേര് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്നാണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്നാ. ഡു യു ലൈക്ക് കേക്ക്, കണ്ടോ, ഡു യു ലൈക്ക് കേക്ക്, കേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, കേക്ക് ഇഷ്ടമാണോ എന്നുള്ളത്. ഓക്കെ, കേക്ക് ഇഷ്ടമാണോ എന്നുള്ളത് എന്താണ്, ഇൻട്രോഗേറ്റീവ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കമാൻഡിങ്ങിലേക്ക് വരാം. ഓക്കെ, കോ എന്നാണ്, മാൽഡീവ്സിൽ കുറെ കാലം വർക്ക് ചെയ്തുകൊണ്ട് കോ എന്നാണ് വരുന്നത്. കമാൻഡിങ് ആണോ, കമാൻഡിങ്. ഓക്കെ, കമാൻഡിങ് സെന്റൻസിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്നാണ്. ഇമ്പറേറ്റീവ് നോക്ക്, ടെൽസ് യു ടു ഡു, അല്ലെ അത് ചെയ്യാൻ വേണ്ടി പറയാണ് നിന്നോട്. ക്ലോസ് ദ ഡോർ, വാതിലടക്കൂ. കം ഹിയർ, ഇവിടെ വരൂ. ഷട്ടപ്പ്, അല്ലെ വായടക്കൂ, ഷട്ടപ്പ്. വാച്ച് എജ്മീസ് ക്ലാസ്, യു ഷുഡ് വാച്ച് എജ്മീസ് ക്ലാസ്. എജ്മിയുടെ വാച്ച് അല്ല, എജ്മിയുടെ ക്ലാസ് വാച്ച് ചെയ്യൂ. കണ്ടോ, ഇങ്ങനെയുള്ള കൽപ്പന സെന്റൻസ് ആണ് ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത്. സർപ്രൈസിങ് സെന്റൻസ്, കണ്ടോ, അതിനാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി എന്ന് പറയാം. അത്ഭുതപ്പെടുന്ന സെന്റൻസ് ഷോസ് സ്ട്രോങ് ഫീലിംഗ്. അല്ലേ, വാട്ട് എ ബിഗ് ഡോഗ്, വലിയൊരു നായ, അല്ലേ, വാട്ട് എ ബിഗ് ലേ, എന്തൊരു നുണയാണ് പറഞ്ഞത്. അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ നമ്മൾ പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ, എക്സ്ക്ലമേറ്ററി എന്നാണ് പറയാ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമ്മൾ സെന്റൻസുകൾ കൊണ്ടുവന്നിട്ട് നോക്ക് നിങ്ങൾ, ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ. ദ സ്കൈ ഈസ് ബ്ലൂ, ഐ ആം 6 years old, മൈ കാറ്റ് ഈസ് സോഫ്റ്റ്, ടുഡേ ഈസ് സണ്ണി, വി ലൈക്ക് ആപ്പിൾസ്, ദ ഡോഗ് ഈസ് ബ്രൗൺ, മൈ ഡാഡ് റീഡ്സ് ടു മീ, ഐ പ്ലേ വിത്ത് ബ്ലോക്സ്, ദ ബേബി ഈസ് ക്യൂട്ട്, ഐ ഹാവ് 2 eyes. കണ്ടോ, ഇവിടൊക്കെ പ്രസ്താവന ഡിക്ലറേറ്റീവ് ആണ്. ലെറ്റ്സ് ഗോ ഫോർ ദ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്. ഈസ് ഇറ്റ് റൈനിങ്, ഡു യു വാണ്ട് ജ്യൂസ്, വേർ ഇസ് മൈ ഷൂ, can you run fast, what is your name, are you sleepy, who is your teacher, have you seen my book, will you help me, how old are you. കണ്ടോ, ഇതൊക്കെ ചോദ്യമാണ്, അല്ലെ. നിങ്ങൾ എന്നെ സഹായിക്കുമോ, നിങ്ങളുടെ ടീച്ചറാണോ, അല്ലെ ആരാണ് നിങ്ങളുടെ ടീച്ചർ, നിങ്ങൾ എത്ര വയസ്സായിട്ടുണ്ട്, ഇത് മഴ പെയ്യുകയാണോ. കണ്ടോ, ഇങ്ങനെ ഓരോ ചോദ്യം. ഈസ് ഇറ്റ് റൈനിങ്, മഴ പെയ്യുകയാണോ, അല്ലെ മഴ പെയ്യുന്നുണ്ടോ, അല്ലെ. ഡു യു വാണ്ട് ജ്യൂസ് വേണോ. ഇങ്ങനെയുള്ള, അപ്പൊ ഇതൊക്കെ ചോദ്യങ്ങൾക്ക് വാട്ട് വി കോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. യെസ്, നോക്ക് നിങ്ങൾ, ഇമ്പറേറ്റീവ് നമ്മൾ പഠിച്ചു. കൽപ്പിക്കുക, കമാൻഡിങ്. കൽപ്പനയ്ക്ക് നമ്മൾ സിറ്റ് ഡൗൺ, പ്ലീസ് ഹെൽപ്പ് മീ. കണ്ടോ, ഓപ്പൺ ദ ബോക്സ്. അപ്പോൾ കൽപ്പന എന്നുള്ളത്, അല്ലെങ്കിൽ പറയാ എന്നുള്ളത് ഇപ്പം വിനയത്തോടെ കൽപ്പിക്കുന്നുണ്ടാവും, അല്ലെ. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ. പ്ലീസ് ആഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഹെൽപ്പ് മീ, എന്നെ സഹായിക്കടാ, അല്ലെ. പ്ലീസ് ഹെൽപ്പ് മീ, രണ്ടും വ്യത്യാസം കണ്ടില്ലേ. പക്ഷെ അവിടെ സ്റ്റാൻഡ് അപ്പ്, eat your food, തിന്നടാ, അല്ലേ. ലിസൺ ടു മോം, അമ്മനെ കേൾക്കടാ. ഡോണ്ട് ജംപ്, ചാടരുത്. സേ താങ്ക് യു, വാ ഹലോ, വേവ് ഹലോ ചെയ്യൂ. വേവ് ചെയ്യുക, അങ്ങനെ കൈകൊണ്ട് കാണിക്കുക. ക്ലോസ് യുവർ ഐസ്, കണ്ണടയ്ക്കൂ. ഇനി എക്സ്ക്ലമേറ്ററി ആയിട്ടുള്ള സെന്റൻസ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. വാട്ട് എ പ്രെറ്റി ഫ്ലവർ, ഓ നോ, ഹൂറേ ഐ വോൺ. കണ്ടോ, ഹൂറേ ഐ വോൺ, വൗ ഇറ്റ്സ് ബിഗ്. ഇങ്ങനെ കണ്ടങ്ങനെ ആവണം കേട്ടോ. യെസ്, ഇറ്റ് ഈസ് റൈനിങ്, വാട്ട് എ മെസ്. Good job, well done, good job. കണ്ടോ, how cold it is. കണ്ടോ, how cold it is. Oh that's funny, അല്ലേ. ട്രംപൊക്കെ സംസാരിക്കണ്ടില്ലേ, ട്രംപൊക്കെ മുടി ഇങ്ങനെ പോറും. Hello Mr. Shafiq, how are you?
ഐ എം ഫൈൻ മിസ്റ്റർ ട്രംപ്, ഹൗ ആർ യു? യെസ്, നോക്ക് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ സെൻറ്റൻസുകൾ വരുമ്പോൾ എക്സാമിന് എഴുതേണ്ടത്. ഈ രണ്ട് ഭാഗങ്ങളും കൃത്യമായിട്ട് നിങ്ങളോട് ചോദിക്കും. നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മൾ MCQ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട്. പറ്റുമെങ്കിൽ ലൈവ് നമുക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സെറ്റ് ആക്കണം. അപ്പോൾ ഓക്കെ, സി യു ഓൾ, ബൈ ബൈ ഫ്രം എജ്മി.